ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനസംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുമായി നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അരുവാക്കോടുള്ള കനോലി ഇക്കോ ടൂറിസം സെന്ററിൽ നടന്നു. ഈസ്റ്റേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കെ വിജയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വന്യജീവി സംഘർഷം അതിരൂക്ഷമായ പ്രദേശങ്ങളിൽ ഒന്നാണ് നിലമ്പൂരെന്ന് അദ്ദേഹം പറഞ്ഞു. കുറച്ച് വൈകി ഈ പാലക്കാട് ഇറങ്ങിയപ്പോൾ ഒരുപാട് റോഡിൻ്റെ ബ്ലാക്കും തിരക്കുള്ളതുകൊണ്ട് എന്തായാലും സന്തോഷത്തോടെ നിങ്ങളെല്ലാം കണ്ടതല്ലേ. അപ്പോൾ നേരത്തെ DF പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനം വന്യജീവി പ്രശ്നം കൂടുതലുള്ള ഒരു മേഖലയാണ് നമ്മുടെ നിലമ്പൂർ മേഖല. ഇതൊരു പ്രധാന ഹോട്ട്സ്പോട്ടാണ്. കേരളത്തിൻ്റെ മൊത്തം ഒരു 12 ലൊക്കേഷനുകളിൽ പ്രധാന ഹോട്ട്സ്പോട്ടായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഹോട്ട്സ്പോട്ടാണ് നമ്മുടെ നിലമ്പൂർ മേഖല. ആൽമോസ്റ്റ് എല്ലാ ദിവസവും ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള RRD ടീമുണ്ട്, അതല്ലാതെ സ്പെഷ്യൽ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഫോഴ്സുണ്ട്. പിന്നെ ഇവിടെ ഉള്ള മിക്കവാറും എല്ലാ സ്റ്റേഷനും ഒരു RRD പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്റ്റാഫ് നേരിടുന്നുണ്ട്. ഈ വളരെ അടുത്തൊരു 3 മാസം തന്നെ നമ്മൾ ഇവിടെ ഒരു നിലമ്പൂർ സൗത്തിലെ ഒരു 6 മാസം മുമ്പ് ഒരു കടുവായി കൃഷിയുണ്ട്. സംസ്ഥാനത്ത് വന്യജീവി ശല്യം അതിരൂക്ഷമാണെന്ന് കണ്ടെത്തിയ 12 പ്രദേശങ്ങളിൽ ഒന്നാണ് നിലമ്പൂരെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനകൾ, കടുവകൾ, പുലികൾ, കരടികൾ, കാട്ടുപോത്തുകളെല്ലാം നിലമ്പൂർ മേഖലയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് വന്യജീവികളെ തുരത്തുന്നതിനായുള്ള കൂടുതൽ സംവിധാനങ്ങൾ നൽകുന്നത്. ഇക്കാര്യത്തിൽ നിലമ്പൂർ നോർത്ത് സൌത്ത് DFOമാർ പ്രത്യേക താൽപര്യമെടുത്തതിനാലാണ് വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ പ്രതിരോധോപകരണങ്ങൾ നൽകാനായത്. കടുവയെയും പുലിയെയും പിടിക്കാൻ ഇപ്പോൾ വയനാട്ടിൽ നിന്നും കൂടുകൾ കൊണ്ടുവരേണ്ട സാഹചര്യമില്ല. എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ടെന്നും ഈസ്റ്റേൺ സർക്കിൾ CCF വിജയാനന്ദൻ പറഞ്ഞു. കാട്ടാനകളെ പ്രതിരോധിക്കാനുള്ള ഫൈബർ ഗ്ലാസ് സോളാർ ഹാങ്ങിംഗ് വൈദ്യുതവേലി നിലമ്പൂരിൽ സ്ഥാപിച്ചതിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. 12 ബോർ പമ്പ് ആക്ഷൻ ഗൺ, വനത്തിലെ തീപിടുത്തം തടയുന്നതിനുള്ള അഗ്നി പ്രതിരോധോപകരണങ്ങൾ ഉൾപ്പെടെ ചടങ്ങിൽ വിതരണം ചെയ്തു. കൂടാതെ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സഹായിക്കുന്ന ആധുനിക ഫൈബർ ഗ്ലാസ് ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ ഉദ്ഘാടനവും ക്ലിനിക്കൽ, പോസ്റ്റ്മോർട്ടം ലബോറട്ടറി എന്നിവയ്ക്കായുള്ള അത്യാധുനിക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും ചുവർചിത്ര സമർപ്പണവും നടത്തി. വനസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ചുവർചിത്രം ചടങ്ങിൽ സമർപ്പിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ DFOP ധനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ സൌത്ത് DFO G ധനിക് ലാൽ, ADCFമാരായ മിഥുൻ മോഹൻ SB, ശിവാനി സിംഗ്, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ അനീഷ സിദ്ദീഖ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P സൂരജ്, റേഞ്ച് ഓഫീസർമാരായ P ഷഫീഖ്, P വിമൽ, MN ഷംനാസ്, റിസർവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അരുൺ K നായർ, JCI ഗോൾഡൻ വാലി പ്രസിഡന്റ് ജെനി സാംസൺ, വിങ്സ് ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ സോണിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.